തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയ സഹോദരങ്ങളെ, ഞാനൊരിക്കൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് പങ്കെടുക്കുകയായിരുന്നു. അപ്പോൾ പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡർ അന്ന് വായിച്ച വചനഭാഗം അന്ധന് കാഴ്ച നൽകുന്ന ഭാഗമാണ്. വചനത്തിൽ അങ്ങനെ പറയുന്നുണ്ട്, അന്ധയാചകൻ വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിക്കുകയായിരുന്നു. ഈശോയാണ് അതിലെ കടന്നു പോകുന്നതെന്ന് കേട്ടിട്ട് അവൻ കൂടുതൽ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, പാപിയെ എൻ്റെ മേൽ കരുണയായിരിക്കണമെന്ന്. അവിടെ കൂടെ ഈശോയുടെ കൂടെ പോയവർ അവനെ ശകാരിച്ചു. അവൻ വീണ്ടും കൂടുതൽ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, പാപിയെ എൻ്റെ മേൽ കരുണയായിരിക്കണമെന്ന്. അപ്പോൾ ഈ വചനഭാഗമെല്ലാം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത, ആ ലീഡർ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയാൻ പോകുന്നത്, ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന പോലെയൊക്കെ ആയിരിക്കും വിവരിക്കാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു അഹംഭാവത്തിൻ്റെ ഒരു ചിന്ത. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ എന്നോട് പറയുന്നത് പോലെ ഒരു തോന്നുക, നീയാണ് അന്ധയാചകൻ എന്ന് ഒരു നീയാണ് ഈ അന്ധൻ. അങ്ങനെ ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. അപ്പോൾ ഞാൻ ഓർത്ത്, കർത്താവേ, ഞാൻ എങ്ങനെയാണ് ഈ അന്ധയാചകനാകുന്നത്? ഈ അന്ധയാചകൻ ഞാനാണെങ്കിൽ ഈശോയെ അതെങ്ങനെയാണ്? അപ്പോൾ എനിക്ക് മനസ്സിലായത് കർത്താവ് എന്തോ എന്നോട് ആ ഒരു വാക്കിൽ നിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഒരു തോന്നൽ വന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, എൻ്റെ ഉള്ളിലുള്ള യാചനകൾ എന്തൊക്കെയാണ്. ഞാനിങ്ങനെ പരിശോധിച്ചപ്പോൾ ഞാനിങ്ങനെ കോളേജ് കാലത്തുള്ള ഈ അംഗീകാരത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി, ശ്രദ്ധയ്ക്ക് വേണ്ടി, സെൻട്രൽ പോയിൻ്റ് ആകാൻ, പോയിൻ്റ് ഓഫ് അട്രാക്ഷൻ ആകാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തത് ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കയ്യിലിരിപ്പെന്ന് വേണേൽ പറയാം. ഇനിയും മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, നാടൻ ഭാഷ പറഞ്ഞാൽ, ഭിക്ഷാടനം എന്നൊക്കെ ബൈബിളിൽ നല്ല ഭാഷയാണ്. തെണ്ടൽ എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ തെണ്ടിത്തരം എന്ന് വേണമെങ്കിൽ പറയാം. അത് നാടൻ ഭാഷയാണ്. ഒരുപക്ഷെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഇത് വളരെ മോശം വാക്കാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഇങ്ങനത്തെ കയ്യിലിരിപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇതൊക്കെ പണ്ടുണ്ടായിരുന്നല്ലേ, ഇപ്പം ഞാൻ ആന്തരിക സൗഖ്യത്തിന് ധ്യാനം എടുക്കുന്നയാളാണ്, ക്ലാസ് എടുക്കുന്നയാളാണെന്നൊക്കെ. അപ്പോഴെൻ്റെ ഉള്ളിലൊരു ചിന്ത വന്നു, ഇതിൻ്റെ ഇൻറ്റൻസിറ്റി നല്ലവണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇതിൻ്റെ ഇൻറ്റൻസിറ്റി എൻ്റെ ഉള്ളിലുണ്ട്. സ്നേഹത്തിന് വേണ്ടി, അംഗീകാരത്തിന് വേണ്ടി, ശ്രദ്ധയ്ക്ക് വേണ്ടി, ഇങ്ങനത്തെ ചില ചിന്തകൾ. അവിടെ ഞാനത് കർത്താവിന് മുമ്പിൽ സമർപ്പിക്കാൻ, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവിടെ നമുക്ക് കാണാം, ഈ ഭിക്ഷ യാചിക്കുന്ന അന്ധൻ വിളിച്ചപേക്ഷിച്ചു. ഉടനെ ഈശോ അവിടെ നിന്നിട്ട് ഈശോ അവനെ എൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, എനിക്ക് കാണണം. അവന് കാണണമെന്ന് പറഞ്ഞു. ഈശോ അവൻ്റെ കണ്ണിൽ തൊട്ട് സ്പർശിച്ചു, സൗഖ്യപ്പെടുത്തി, കണ്ണ് തുറന്നപ്പോൾ അവന് മനസ്സിലായി, ഇതാണ് രക്ഷകൻ, ഇതാണ് മിശിഹ. ഇവൻ കേട്ടിരുന്നതും കാത്തിരുന്നതുമായിട്ടുള്ള മിശിഹ ഇവനാണ്. ഇവനിൽ വിശ്വസിക്കാൻ തുടങ്ങി. ഇവനോട് നന്ദിയും സ്തുതിയും ആരാധനയും കരയേറ്റാൻ തുടങ്ങി. ഇവൻ ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ഈശോ അനുഗമിച്ചു എന്നാണ് വചനം പറയുന്നത്. എന്ന് പറഞ്ഞ് ഇവൻ്റെ കണ്ണ് തുറന്നപ്പോൾ ഇവന് മനസ്സിലായി, ഇവൻ ഭിക്ഷാടനം നടത്തേണ്ട ദരിദ്രനല്ല, ഇവൻ സമ്പന്നനാണെന്ന്. ദൈവത്തിൻ്റെ സ്വർഗീയ സമ്പന്നത ഇരിക്കുന്നത് യേശുവിൽ വിശ്വസിക്കുമ്പോഴാണ്, യേശുവിനെ കാണുമ്പോഴാണ്, രക്ഷകനെ നാഥൻ കർത്താവിനെ തിരിച്ചറിയുമ്പോഴാണ്. ഈ സമ്പന്നനായപ്പോൾ ഇവൻ കൊടുക്കാൻ തുടങ്ങി. ഇതുവരെ ഇവൻ യാചിച്ചുകൊണ്ടിരുന്നതാണ്. നമുക്കൊന്ന് പരിശോധിക്കാം നമ്മുടെ ഉള്ളിലെ യാചനകൾ എന്തൊക്കെയാണെന്ന്. നമ്മുടെ പ്രാർത്ഥന പോലും, ആത്മീയത പോലും വെറും യാചനയാണോ, കൊടുക്കലാണോ? കൊടുക്കൽ ഈശോയുമായി ബന്ധത്തിൽ വന്ന സ്വർഗീയ ഭവനത്തിലെ അംഗമായതിൻ്റെ ഒരു വലിയ ലക്ഷണമാണ് കൊടുക്കൽ. സമ്പന്നനാകുന്നത് കൊടുക്കലാണ്. ഞാൻ ആരാധന കൊടുക്കാൻ തുടങ്ങിയോ എൻ്റെ ദൈവത്തിന്? ഏറ്റവും വലിയ ആദ്യത്തെ കൊടുക്കൽ എൻ്റെ ദൈവത്തിനുള്ള ആരാധനയാണ്. മറ്റേ ഞാൻ അംഗീകാരം, സ്നേഹം, ശ്രദ്ധ എല്ലാം കൊടുക്കുന്നയാളാണോ, സ്വീകരിക്കുന്നയാളാണോ? ഞാനൊരു ആത്മീയനായി യേശുമായി ബന്ധത്തിലായനായെങ്കിൽ, സ്വർഗീയ സമ്പന്നനായെങ്കിൽ ഞാൻ കൊടുക്കുന്നയാളായി തീർന്നിരിക്കണം. അത് എൻ്റെ എല്ലാം ഒരു കൊടുക്കലിൻ്റെ വ്യക്തിത്വത്തിലേക്ക് ഞാൻ വന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്കതിനുവേണ്ടി പ്രാർത്ഥിക്കാം.